So it is 1st January. Happy New Year. അപ്പോൾ ACCൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഇറ്റ് ഇസ് 1st January ആൻഡ് പുതുതായിട്ട് ACCയിലേക്ക് വന്നിട്ടുള്ള പല കുട്ടികൾക്കും ഡൗട്ട് വരുന്ന പല കാര്യങ്ങളുമാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ACCൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്ന് പറയുന്ന സമയത്ത് ACCൻ്റെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നും അഫിലിയേറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും എല്ലാ വർഷവും മേടിക്കുന്ന ഒരു ഫീസിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്ന് പറയാം. അതിപ്പോൾ 3 പേർക്കും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ 140 pounds നമുക്ക് അടക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ അടക്കണം, അടിച്ചിട്ടില്ലെങ്കിൽ വരാൻ വേണ്ടി പോകുന്ന കോൺസിക്വൻസ് എന്തൊക്കെയാണ്, എനിക്ക് എക്സാം ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ അടക്കാതെ, ഇനി ഞാൻ അടക്കുകയാണെങ്കിൽ ഏതാണ് ബെസ്റ്റ് മെത്തേഡായിട്ട് അടക്കേണ്ടത്, പാർട്ട് പേയ്മെൻറ്റ് പോസിബിൾ ആണോ എന്ന് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് ഇനീഷ്യലി വരാൻ വേണ്ടി പോകുന്ന പല ഇനീഷ്യൽ ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ വീഡിയോ ആണ്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ് us get into the topic. സോ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടക്കേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം വേണ്ട റിക്വയർമെന്റ്സ് നമുക്കൊന്ന് നോക്കാം. ദ ഫസ്റ്റ് റിക്വയർമെന്റ് നിങ്ങൾക്ക് ഒരു കാർഡ് ഉണ്ടാവണം. ദാറ്റ് കാർഡ് ഷുഡ് ബി ഇന്റർനാഷണൽ പേയ്മെന്റ് എനേബിൾഡ് കാർഡ്. അതിപ്പോൾ മാസ്റ്റർ കാർഡ് ആവാം, വിസ ആവാം. ഇന്റർനാഷണൽ എനേബിൾ അല്ലാത്ത കാർഡ് കൊണ്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ക്രെഡിറ്റ് ആവാം, ഡെബിറ്റ് ആവാം, ഇറ്റ് ഡസന്റ് മാറ്റർ. പിന്നെ ഏതാണ് ഓപ്റ്റിമം ബെസ്റ്റ് കാർഡ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർഡ്സ് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഏത് കാർഡ് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും 3.5% മാർക്ക് ഫീ പ്ലസ് ആ ഒരു ചാർജിന് മുകളിൽ 18% GST വരാറുണ്ട്. ഇത് റെഡ്യൂസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ വേറെ കുറെ കാർഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഈസി ടു ഗെറ്റ് ദോസ് കാർഡ്. ഇനി അഥവാ മാർക്ക് ഫീ കുറവായിട്ടുള്ള കാർഡുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ടിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും വാല്യൂഡ് സബ്സ്ക്രിപ്ഷൻ ഫീസ് അടക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി സബ്സ്ക്രിപ്ഷൻ ഫീസ് അടക്കേണ്ട മെത്തേഡ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ ACCൻ്റെ വെബ്സൈറ്റ് എടുക്കുന്ന സമയം തന്നെ ഈ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എമൗണ്ട് ഉള്ളത് ഡ്യൂ ആയിട്ട് കാണിക്കും. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 140 pounds ആണ് അവർക്ക് ഡ്യൂ ആയിട്ട് കാണിക്കുന്നുണ്ടാവുക. ജസ്റ്റ് ടേക്ക് ദാറ്റ്. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ആ പേജ് വരുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ 140 pound ഇൻവോയ്സ് നമ്മൾ ഡ്യൂസിൽ വന്ന് കിടക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് 140 pounds കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അടക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ എത്രയാണോ നിങ്ങൾക്ക് അടക്കാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ബോക്സിൽ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുക. ലെറ്റ് ഇറ്റ് ബി 50 pounds, 100 pounds, വാട്ട് എവർ. അപ്പോൾ അത് എൻട്രി ചെയ്ത് കൊടുത്തിട്ട് ഫുൾ എമൗണ്ട് അടക്കുന്ന ആൾക്കാർ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നെക്സ്റ്റ് നോക്കി പോയാൽ മതി. പാർട്ട് പേയ്മെന്റ് ആണ് നമുക്ക് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ പാർട്ട് പേയ്മെന്റ് സെലക്ട് ചെയ്തിട്ട് അത് എൻട്രി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾക്ക് പേയ്മെന്റ് സെക്ഷനിലേക്ക് വരും. സോ പേയ്മെന്റ് സെക്ഷനിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ആസ് ഐ സെഡ്, യു ക്യാൻ യൂസ് ഏത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് വിച്ച് ഈസ് ഇന്റർനാഷണൽ എനേബിൾഡ്. അപ്പോൾ ആ കാർഡ് ചൂസ് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കാം. പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫോണിൽ വരുന്ന ബേസിക് ട്രാൻസാക്ഷൻ OTP എൻട്രി ചെയ്തതിനു ശേഷം നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള ഡൗട്ട്സിനൊന്നുകൂടി അഡ്രസ് ചെയ്യാം. സോ you are a student who has done part payment. എനിക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന മാസ് സെഷൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? The clear answer is no. ബിക്കോസ് പാർട്ട് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും നമുക്ക് അത് ചെയ്തത് കൊണ്ട് മാത്രം സ്കിൽ ലെവൽ എക്സാമിനേഷൻ എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സ്കിൽ ലെവൽ എക്സാമിനേഷൻ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് എത്രയാണോ നിങ്ങൾ പാർട്ട് പേയ്മെന്റിന്റെ ബാലൻസ് ഉള്ളത് അതും കൂടി കൂടുതൽ കൂട്ടി അടിച്ചാൽ മാത്രമാണ് നമുക്ക് മാർച്ച് ലെവൽ എക്സാമിനേഷൻ വിൻഡോയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നുള്ളൂ. പാർട്ട് പേയ്മെന്റും അടച്ചില്ല, നോർമൽ സബ്സ്ക്രിപ്ഷൻ ഫീസും അടച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എക്സാം എൻട്രി ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് വരുന്ന കോൺസിക്വൻസ് ACCന്റെ സ്റ്റുഡൻറ് രജിസ്റ്റർ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങളെ നെയിം അവർ രജിസ്റ്റർ ചെയ്യും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസ് ചെയ്യണമെന്ന് പറയാം. ഒന്ന്, നിങ്ങൾ എക്സാം ഒന്നും ഇതുവരെ അറ്റൻഡ് ചെയ്തതിനൊന്നും ഒരു ഇഷ്യൂസും വരില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ഓൾറെഡി അറിയുന്നവർക്ക് ഇതൊക്കെ അറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓൾറെഡി നിങ്ങൾ ഏത് എക്സാംസ് ഒന്നും അവിടെ എന്ത് ചെയ്യില്ല, എഫക്റ്റഡ് ആവില്ല. പക്ഷേ നിങ്ങൾ പിന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ ആദ്യം ACCയിലേക്ക് ജോയിൻ ചെയ്ത ടൈം കൊടുത്തിരുന്നു. ആ ഒരു എമൗണ്ട് ഇവിടെ പിന്നെയും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ACCന്റെ പാർട്ട് പേയ്മെന്റും ചെയ്തില്ല, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഫീസും അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ACCന്റെ രജിസ്റ്ററിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിനി എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേസ് പീരീഡ് ആണ് ACC ഇപ്പോൾ കൊടുക്കുന്നത്. ജാൻ, ഫെബ്, മാർച്ച് ഒക്കെ ആ ടൈമിലാണ് ACC എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രജിസ്റ്ററിൽ നിന്ന് എടുത്തിട്ട് ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എന്തായാലും ആ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ. സോ ഇനി വേറെ സ്പെസിഫിക് ഡൗട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഈ ACCന്റെ സബ്സ്ക്രിപ്ഷൻ ഫീസ് അടക്കാതെ എങ്ങനെയാണ് മാസ് സെഷൻ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. ആദ്യം
ചില കുട്ടികൾ ഏർലി ആയിട്ട് എക്സാം ബുക്ക് ചെയ്ത് വെക്കാറുണ്ട് മാർച്ചത്തെ. പിന്നെ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഡ്യൂ ആയി. അപ്പോൾ ആ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജാനുവരി അടച്ചിട്ടില്ലെങ്കിലും ഒരു ഗ്രേസ് പീരീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് എക്സാം എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ല. ബട്ട് ദിസ് ഇസ് നോട്ട് റെക്കമെൻഡഡ്. എന്തായാലും ഒരു ഫെബ്രുവരി മാർച്ച് ഇനീഷ്യൽ ഒക്കെ ആകുമ്പോഴത്തേന് അടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദീസ് ആർ ദ കോമൺ ഡൗട്ട്സ് സ്റ്റുഡൻസ് ഹാവ് ആൻഡ് ദ ആൻസേഴ്സ് ഫോർ ദോസ് ഡൗട്ട്സ്. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ക്വയറീസ് ACC സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ feel free to ask the question. Okay, thank you.